ജന്മം നൽകിയവരുടെയും കൂടപ്പിറപ്പുകളുടെയും പ്രിയപ്പെട്ടവൻ്റെയും സ്നേഹസാന്നിധ്യങ്ങൾക്കു നടുവിൽ നൊന്തു പ്രസവിച്ച പെണ്ണ് ദിയ കൃഷ്ണ തൻ്റെ കുഞ്ഞു കൺമണിയെ ഈ ലോകത്തേക്ക് വരവേറ്റ നിമിഷത്തെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതിനിടെ അങ്ങിങ്ങായി തലപൊക്കുന്ന വിമർശനങ്ങളോട് കൃത്യമായി പ്രതികരിക്കുകയാണ് ഡോക്ടർ ഷിംന അസീസ്. ദിയ കൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയൽ ആണെന്ന ആമുഖത്തോടെയാണ് ഡോക്ടറുടെ കുറിപ്പ്. വല്ലാത്തൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം. കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിൽ ഇല്ലെന്നും ഡോക്ടർ ഷിംന കുറിക്കുന്നു. ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോരക്കളിയാണ് എന്നർത്ഥം വരുന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ചോരയും സ്രവങ്ങളുമൊന്നും ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായി ഒരുങ്ങി പുതപ്പുകൾക്കുള്ളിൽ അശ്വിൻ്റെ കൈ പിടിച്ച് കിടന്ന് പങ്കാളിയുടെ തലോടലേറ്റ് അമ്മയോട് പേടിയാകുന്നമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിലെ സുരക്ഷ അനുഭവിച്ച് നിലവാരമുള്ള മെഡിക്കൽ സൂപ്പർവിഷനിൽ നൊന്ത് പ്രസവിച്ചൊരു ഭാഗ്യം ചെയ്ത പെണ്ണ്. അത് കാണുന്ന വലിയൊരു വിഭാഗം പുരുഷന്മാർ പുറമെ അംഗീകരിച്ചില്ലെങ്കിലും തലക്കകത്ത് പുനർവിചിന്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെണ്ണ് കടന്നു പോകുന്ന അതിതീവ്ര വേദനയും അവൾ അർഹിക്കുന്ന കരുതലുമെല്ലാം 4 പുസ്തകം വായിച്ചാൽ കിട്ടാത്തത്രയും ആഴത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട്. കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. ചില കാര്യങ്ങൾ കുറിച്ച് ചിലർക്ക് വെളിവ് വരാൻ ചാൻസ് ഉണ്ട്. വീഡിയോയിൽ കാണിക്കാൻ പാടില്ലാത്തതൊന്നും അവർ കാണിച്ചിട്ടില്ല. ചൊറിയുന്നവർ ചൊറിഞ്ഞോണ്ടിരിക്കട്ടെ, പറയേണ്ടവർ പറയട്ടെ. ഇരുട്ടറയിൽ പേടിച്ചരണ്ട് ജീവൻ പോകുന്ന വേദനയും സഹിച്ച് പലപ്പോഴും തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ ഒറ്റപ്പെട്ട് വിയർത്ത് നൊന്ത് കിടക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ സ്നേഹത്തിൻ്റെ ചൂടുള്ള അനുഭവം. ദിയ ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ്. ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ആശ്വാസത്തോടെ ആ വേദനയറിയാൻ അവർ കാരണമാകട്ടെ. പതിറ്റാണ്ടുകൾക്കു ശേഷം ആ കുടുംബത്തിലേക്ക് പിറന്നു വീണ ആണൊരുത്തൻ നിയോമിന് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്നാണ് ഡോക്ടറുടെ കുറിപ്പ്. ദിയയെക്കുറിച്ച് ഇതാണ് ഡോക്ടർക്ക് പറയാനുള്ളത്. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.